പ്രിയപ്പെട്ടവരെ, വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ശ്രീനാരായണ മാനവധർമ്മത്തിൻ്റെ ഈ 4ാമത് കോൺഫറൻസിൽ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രീനാരായണ ദർശനത്തെ പുതിയൊരു ദിശാബോധത്തോടെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ മോഹൻ ഗോപാൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മാനവധർമ്മം കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. കഴിഞ്ഞ 2019, 2021, 2024 ഈ 4 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പുള്ള ഒരു തൃശ്ശൂരല്ല ഇപ്പോഴത്തെ തൃശ്ശൂർ എന്ന് നമുക്കറിയാം. കാരണം സാറ് പറഞ്ഞ പോലെ മതവും ആധ്യാത്മികതയും ദൈവത്തെ പറ്റിയുള്ള ചിന്തയും ഒരു ജനതയുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞു. തൃശ്ശൂർ പൂരത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. 100 വർഷം മുമ്പ് അഥവാ 90 വർഷം മുമ്പ് പോലും തൃശ്ശൂരിലെ ഈഴവർക്ക് തൃശ്ശൂരിലെ ഈ സ്വരാജ് റൗണ്ടിൽ നിന്ന് പൂരം കാണാൻ സാധിക്കില്ലായിരുന്നു. പൂരത്തിന് വരുന്ന ആളുകൾ അടിച്ചോടിപ്പിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഈഴവരായിട്ടുള്ള ആളുകളോ ദളിതരായിട്ടുള്ള ആളുകളോ മതം മാറിക്കഴിഞ്ഞാൽ, അവർക്ക് മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയിക്കഴിഞ്ഞാൽ പൂരം കാണുന്നതിന് യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ല. ഞാനിത് സംസാരിക്കുന്നത് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ തുടർന്നുണ്ടായ വലിയ സമരം നടന്നിട്ടുള്ള 100ാമത്തെ വർഷത്തിലാണ്. കൽപ്പാത്തിയിലെ രഥോത്സവത്തിന് പോകുന്ന ഈഴവർ തല്ലുകൊണ്ട് ബ്രാഹ്മണരുടെ അടി കൊണ്ട് ഓടിയതിൻ്റെ 100ാം വാർഷികത്തിലാണ് തൃശ്ശൂർ നമ്മളിപ്പോൾ സമ്മേളിക്കുന്നത്. അപ്പോൾ ഗുരുവിനോട് അന്നേ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി ആളുകൾ ചോദിച്ചിരുന്നു. മതം, ദൈവം എന്ന നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മതത്തെപ്പറ്റി, മതത്തിൻ്റെ പേരിലുള്ള ഇത്തരത്തിലുള്ള വിവേചനങ്ങളെപ്പറ്റി 1914 തന്നെ ഗുരുവിനോട് ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. അന്ന് കോഴിക്കോട് വെച്ച് ഒരാൾ സ്വാമിയോട്, ശ്രീനാരായണ ഗുരുദേവനോട് തീണ്ടലിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. ഹിന്ദു ആയിരുന്നപ്പോൾ തീണ്ടലുള്ള ഒരാൾ, ഹിന്ദു ആയിരിക്കുമ്പോൾ തീണ്ടലുള്ള ഒരാൾ, ഹിന്ദു ആയിരിക്കുമ്പോൾ ഇത്തരത്തിൽ, അതായത് ഈ അവർണ ഹിന്ദു ആയിരിക്കുമ്പോൾ ഇത്തരത്തിൽ തൃശ്ശൂർ പൂരത്തിന് വന്നാൽ അടി കൊണ്ട് ഓടുന്ന ഒരാൾ എന്നർത്ഥം. ഹിന്ദു ആയിരിക്കുമ്പോൾ തീണ്ടലുള്ള ഒരാൾ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആയി മാറിയാൽ തീണ്ടലില്ലാതെ വരുന്നതിൻ്റെ സാരം എന്താണ് എന്ന് ഗുരുവിനോട് ചോദിച്ചു. ഗുരു, നമ്മൾ ഹിന്ദുക്കളായിരിക്കുമ്പോൾ ഇതാ ഇങ്ങനെ പോകുമ്പോൾ അടി കൊള്ളുന്നു, തീണ്ടലുണ്ടാകുന്നു. പക്ഷെ മതം മാറി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിരുന്നാൽ പിന്നെ ഈ വിവേചനം ഇല്ല. കാരണം എന്താ? തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുക്കാമെന്നാണ്. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു അമ്പലം ഉണ്ടായിരിക്കും, അല്ല ഒരു ക്രിസ്ത്യൻ ഏതൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു ക്രിസ്ത്യൻ ഭവനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അവർണരൊക്കെ കൊണ്ടുകൊടുക്കുന്ന തൈലം മുതലായ വസ്തുക്കൾ, എണ്ണ മുതലായ വസ്തുക്കൾ ക്ഷേത്രത്തിലേക്ക് എടുക്കണമെങ്കിൽ അതിനു മുമ്പ് ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് തൊടിയിച്ചാൽ മതി, ശുദ്ധമായിന്ന. അതാണ് പറഞ്ഞത്, തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുക്കുക. ഇതിൻ്റെ യുക്തി എന്താണെന്നുള്ളതാണ്. അവർണ ഹിന്ദു ആയിരിക്കുമ്പോൾ നമ്മൾ അശുദ്ധരാണ്, അഥവാ മുസ്ലിമോ ക്രിസ്ത്യാനി ആയാൽ അശുദ്ധരല്ല. ഇതിൻ്റെ യുക്തി എന്താണെന്ന് ശ്രീനാരായണ ഗുരുവിനോട് ചോദിക്കുകയാണ് 1914. അത് മൂലൂർ എഴുതിയെടുത്തിട്ടുണ്ട്, പിന്നീട് അത് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരു പറയുന്ന മറുപടി ഇവിടുത്തെ എല്ലാ അവർണരും ഇന്നും കേട്ടിരിക്കേണ്ട ഒരു മറുപടിയാണ്. മതം, ദൈവം എന്ന നമ്മൾ ഈ കോൺഫറൻസിൻ്റെ പ്രമേയത്തിൽ ഈ മറുപടി വളരെ പ്രസക്തമാണ്. ഗുരു പറയുന്ന മറുപടി ഇതാണ്: സാരം ഇത്ര മാത്രമേ ഉള്ളൂ. സാരം എന്താണെന്നാണല്ലോ ചോദിച്ചേ. ഈ വിവേചനം വിവേചനം ഉണ്ടാകുന്നതിൻ്റെയും വിവേചനം അവസാനിക്കുന്നതിൻ്റെയും സാരം എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറയുന്ന മറുപടി ഇതാണ്: സാരം ഇത്ര മാത്രമേ ഉള്ളൂ. ആൾക്കല്ല, മതത്തിലാണ് തീണ്ടൽ. അതാണ് മതം മാറുമ്പോൾ സുഖം കിട്ടുന്നത്. ആൾക്കല്ല, മതത്തിനാണ് തീണ്ടൽ. അതായത് ഒരു അവർണ ഹിന്ദു വെച്ചു പുലർത്തുന്ന നമ്മൾ ഈ മതത്തിനാണ് പ്രശ്നം, നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നാണ് ഗുരു പറഞ്ഞത്. ആൾക്കാണ് പ്രശ്നമെങ്കിൽ, വ്യക്തിക്കാണ് പ്രശ്നമെങ്കിൽ മതവിശ്വാസം ഉപേക്ഷിക്കുമ്പോൾ സുഖം കിട്ടുന്നത് എങ്ങനെ? അപ്പോൾ അസുഖകരമായ ഒരു വിശ്വാസം, തെറ്റായ ഒരു വിശ്വാസം, ആ വിശ്വാസം വെച്ച് പുലർത്തിയതിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ആളുകളുടെ പൂർവികരായ തലമുറകൾ അനുഭവിച്ച ദുരിതത്തിൻ്റെ കാരണമെന്ന് അർത്ഥം. ആ അസുഖകരമായ സത്യമല്ലാത്ത വിശ്വാസം എന്താണ് എന്നാണ് മോഹൻ ഗോപാൽ സാർ ഇവിടെ സൂചിപ്പിച്ചത്. ആ സത്യമല്ലാത്ത വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചാൽ അത് സാറ് വ്യക്തമായി പറഞ്ഞ്, ഞാൻ ഹിന്ദു ആണെന്ന വിശ്വാസമാണ്. എന്തുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് വന്ന ഈഴവർ അടി കൊണ്ടുവന്ന് ചോദിച്ചാൽ അവർ ഹിന്ദുക്കളാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അവർ മുസ്ലിം ആയാൽ ക്രിസ്ത്യാനി ആയാലും അവർ അടി കൊള്ളില്ല, അവർക്ക് അടി കൊള്ളേണ്ട കാര്യമില്ല.
അപ്പോൾ ഈ തെറ്റായ മതത്തിൻ്റെ പുറകെ ഈ മതം എൻ്റെയും മതമാണ് എന്ന് വിശ്വസിക്കുകയും വൈദികമായ വിശ്വാസ സംഹിതകൾ മുന്നോട്ട് വെച്ച ആചാരങ്ങൾ, ആചാര പദ്ധതികൾ ഇതെല്ലാം എൻ്റേതാണ് എന്ന് വിശ്വസിക്കുകയും ജന്മനാ ഞാൻ അശുദ്ധനാണ് എന്ന് കരുതുകയും ഞാൻ ഈ ജാതി ശ്രേണിയിൽ അവസാനത്തെ ശ്രേണിക്കും പുറത്തു നിൽക്കുന്നവനാണ് എന്ന് അംഗീകരിക്കുകയും ഈ ജാതി എന്ന ബ്രാഹ്മണികമായ ആശയത്തെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, സാർ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, അറിഞ്ഞോ അറിയാതെയോ നമ്മളും ഈ വിശ്വാസത്തിൽ തുടരുന്നത് കൊണ്ടാണ് ഈ വിശ്വാസത്തിന് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. നമ്മളിതിൽ തുടരുന്നില്ല എങ്കിൽ നമ്മളെ നിയന്ത്രിക്കാൻ സാധ്യമേയില്ല. അതുകൊണ്ട് തന്നെ കൽപ്പാത്തിയുടെ 100-ാം വാർഷികത്തിൽ മതത്തെപ്പറ്റി നാം ചർച്ച ചെയ്യുന്നു. കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ സമരം, ആ സമരത്തിൽ അന്ന് ഈഴവരായിട്ടുള്ള ആളുകൾ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഈ രഥോത്സവം കാണാൻ പോയത്. അവരെ അടിച്ചോടിച്ചു. അവർക്ക് അവിടേക്ക് കടക്കാൻ അവകാശമില്ലാതായി. മദ്രാസ് ഗവൺമെൻറ് ഏത് തെരുവിലും ഏത് പൊതു വഴിയിലും ആർക്കും പ്രവേശിക്കാമെന്നുള്ള ഉത്തരവ് തന്നെ യഥാർത്ഥത്തിൽ ഈ സമരത്തെ തുടർന്ന് ദുർബലപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. പിറ്റേ വർഷം ഇവിടെ രഥോത്സവം നടക്കുന്നുവെങ്കിൽ ആ രഥോത്സവം കാണാൻ ഞങ്ങൾ ഈഴവരായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് തീരുമാനിച്ചവരായിരുന്നു ആ സമരത്തിൻ്റെ നായകർ. പക്ഷേ അവർക്ക് പിറ്റേ വർഷം ആ രഥോത്സവം കാണാനായി ഹിന്ദുവായി നിന്നുകൊണ്ടോ ഈഴവരായി നിന്നുകൊണ്ടല്ല അവർ സാധിച്ചത്. അവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അവർ പലരും ക്രിസ്തുമതം സ്വീകരിച്ചു. കേരള നിയമസഭയിൽ, ആദ്യത്തെ നിയമസഭയിൽ EMS ഗവൺമെൻറ് തന്നെ ഉണ്ടാകാൻ കാരണക്കാരായിട്ടുള്ള 5 സ്വതന്ത്ര അംഗങ്ങളിൽ ഒരാൾ ജോൺ കിട്ട എന്ന ആളായിരുന്നു. ജോൺ കിട്ട യഥാർത്ഥത്തിൽ കൃഷ്ണൻ കിട്ട എന്ന് പറയുന്നൊരു ഈഴവനാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈഴവ തറവാട്ടിലെ അംഗമാണ്. അദ്ദേഹം അന്ന് 20 വയസ്സിൽ താഴെയുള്ള ഒരാളാണ്. അദ്ദേഹമാണെന്ന് അവിടെ അടികൊള്ളുന്നത്. അങ്ങനെയുള്ള ആൾ അവിടെ പോയി അടികൊണ്ട് പിറ്റേ വർഷം ഈ രഥോത്സവം കാണാൻ വരുന്നത് ജോൺ എന്ന ക്രിസ്ത്യാനിയായിട്ടാണ്. മാർത്തോമ സഭക്കാർ ഇവിടെ വന്ന് മതം മാറി ക്രിസ്ത്യാനിയായിട്ടാണ് അദ്ദേഹം പിന്നീട് കാണുന്നത്. അദ്ദേഹമാണ് പിന്നീട് കേരള നിയമസഭയിൽ ആദ്യത്തെ നിയമസഭയിൽ അംഗമാകുന്നത്. EMS ഗവൺമെൻറ് ഫസ്റ്റത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിന്തുണയ്ക്കുന്നത്, മന്ത്രിസഭ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കുറേ ആളുകൾ ബുദ്ധമതം സ്വീകരിച്ചു, കുറേ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു, ചിലർ അവിടെ വെച്ച് തന്നെ ആര്യസമാജം സ്വീകരിച്ചു. അപ്പോൾ ഈ മതത്തിൻ്റെ പേരിലുള്ള അശുദ്ധി, ഞങ്ങൾക്ക് അശുദ്ധിയില്ല, അശുദ്ധി ഞങ്ങളുടെ മതത്തിനാണ്, അതുകൊണ്ട് തന്നെ ആ മതവിശ്വാസം ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ ശുദ്ധരായവർ, അങ്ങനെയുള്ള ആളുകൾ കൂടി അടങ്ങുന്നതാണ് ഈ നവോത്ഥാനം എന്ന് പറയുന്നത്. ആ നവോത്ഥാന കേരളത്തിൽ ആ നവോത്ഥാനം നടന്ന തൃശ്ശൂരാണ്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മതം നമ്മുടെ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുന്ന കാഴ്ച കണ്ടത്. ആ കാഴ്ചയെ തൃശ്ശൂർക്കാർ മനോഹരമായി തന്നെ ഭൂരിപക്ഷവും പരാജയപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എനിക്ക് സംസാരിക്കേണ്ട വിഷയം മതവും ദൈവവുമാണ്. മതത്തെപ്പറ്റി വളരെ വിശദമായി മോഹൻ കുബൾ സർ സൂചിപ്പിച്ചു. ദൈവം എന്ന സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ട് ശ്രീനാരായണ ദർശനത്തെ മുൻനിർത്തി സംസാരിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെപ്പറ്റി പൊതുവെ ഇന്നത്തെ ഒരു ആധുനിക ഹിന്ദുമതം, ഈ ആധുനിക ഹിന്ദുമതം എന്ന വാക്ക് തന്നെ പ്രശ്നമാണ്, തെറ്റാണ് എന്നാണ് സാറ് പറയാറുള്ളത്. കാരണം ഹിന്ദുമതം എന്ന് പറയുന്നതിന് പുതിയൊരു മതമാണ്, പുതിയൊരു സൃഷ്ടിയാണ്. താരതമ്യേന ഇന്ന് ലോകത്തുള്ള ഏറ്റവും പുതിയ മതമാണ് ഈ ഹിന്ദു മതം എന്ന് പറയുന്നത്. കാരണം ഇത് നേരത്തെ സാറ് പറഞ്ഞ ഈ 11 ആര്യൻ മതങ്ങളുടെ ഒരു പൊതു പേര് മാത്രമാണ്. നമ്മൾ ഈ സെൻസസിലൂടെ എടുത്ത ഈ ഹിന്ദുമതം. ഈ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇന്ന് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വസിക്കും. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരന്മാരും എല്ലാം നമ്മുടെ മന്ത്രിസഭയിലെ വ്യത്യസ്തങ്ങളായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ പോലെ ഓരോ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകടത്താതെ കൈകൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. ഈ ദൈവങ്ങൾക്കെല്ലാം മേലെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് എന്നും ഈ സങ്കല്പത്തിന് കീഴിൽ ഇതെല്ലാം ഭദ്രമായി നിലനിൽക്കുന്നുവെന്നാണ് പുതിയ ഈ മതം പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. വേദത്തെ മുൻനിർത്തി, താന്ത്രിക മതത്തെയും വേദത്തെയും മുൻനിർത്തി ശ്യാംകുമാർ ഇവിടെ ഈ വിഷയം സംസാരിച്ചു. ഇതേ വിഷയം തന്നെ ഇവിടെയുള്ള തത്വചിന്തയെ മുൻനിർത്തി പറയുക എന്നുള്ളതാണ്. അതും തത്വചിന്തയുടെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ദുർഗ്രാഹ്യതയും മാറ്റി നിർത്തി ലളിതമായ രീതിയിൽ പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സംസ്കൃതം പരമാവധി ഒഴിവാക്കി സംസാരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ അദ്വൈത സിദ്ധാന്തത്തെപ്പറ്റി ഈ പണ്ഡിത സദസ്സിലുള്ള എല്ലാവർക്കും തന്നെ സാമാന്യമായ ധാരണയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര എന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തം. ബ്രഹ്മമാണ് സത്യം, ഈ ജഗത്ത് ഒരു മിഥ്യയാണ്, ഇതെല്ലാം മിഥ്യയാണ്, ജീവോ ബ്രഹ്മൈവ നാപര, ഈ ജീവാത്മാവായ ഞാനും പരബ്രഹ്മവും രണ്ടല്ല എന്ന് വിശ്വസിക്കുന്ന അദ്വൈത സിദ്ധാന്തം. ഈ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉള്ളിലേക്ക് മറ്റെല്ലാ മതസങ്കല്പങ്ങളെയും, ഈ ഹിന്ദു മതം എന്ന് പറയുന്ന ഈ മതത്തിൽ നിൽക്കുന്ന എല്ലാ മതസങ്കല്പങ്ങളെയും ഈ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ കുടക്കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ മതത്തിൻ്റെ
ഐക്യത്തെ ഇവർ സ്ഥാപിച്ചെടുക്കുന്നത്. അത് ഏത് ദൈവത്തെ പറ്റി പറയുമ്പോഴും അതിനെയും ഈ അദ്വൈത സിദ്ധാന്തത്തിലേക്ക് ലയിപ്പിച്ചു ചേർക്കും. കേരളത്തിൽ പ്രത്യേകിച്ച് അതൊരു പതിവാണ്. അതിന് കാരണം ശങ്കരാചാര്യർ, കേരളീയനായ ശങ്കരാചാര്യർക്ക് കേരളത്തിൻ്റെ ഈ പറയുന്ന ആര്യ മതത്തിൻ്റെ തത്വചിന്തയ്ക്കകത്തുള്ള അപ്രമാദിത്വമാണ്. പക്ഷേ അദ്വൈതം എന്ന് പറയുന്ന ഈ ഏകമായ സിദ്ധാന്തത്തിൻ്റെ കീഴിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ ഇന്ത്യയിലെ ഈ പറയുന്ന മതാത്മകമായ തത്വചിന്ത എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വിഷയം കഴിഞ്ഞ കോൺഫറൻസിൽ ഞാൻ വിശിഷ്ടാദ്വൈതത്തെ മുൻനിർത്തി ചെറുതായി സൂചിപ്പിച്ചിരുന്നു ചെറിയ സമയത്തിനുള്ളിൽ. അത് ഇത്തവണ ദ്വൈത സിദ്ധാന്തത്തെ മുൻനിർത്തി, മധ്വൻ്റെ ദ്വൈത സിദ്ധാന്തത്തെ മുൻനിർത്തി പറയാമെന്നാണ് കരുതുന്നത്. കാരണം നമ്മൾ ശങ്കരാചാര്യരെ പറ്റി പറയുന്ന സമയത്ത് ഒരു വേദാന്തം അധ്യാപകനായ ഞാൻ ശങ്കരാചാര്യർ നിരന്തരമായി വിമർശിക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമായിട്ടാണ് തൊഴിലിടങ്ങളിൽ അടക്കം അനുഭവപ്പെടുന്നത്. അതിൻ്റെ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ശങ്കരാചാര്യരെ ഏറ്റവും അധികം വിമർശിക്കുന്നത് ശ്യാംകുമാറോ എന്നെപ്പോലുള്ള ആളുകളൊന്നും അല്ല. മധ്വൻ ശങ്കരാചാര്യരുടെ സിദ്ധാന്തത്തെ കടന്നാക്രമിക്കുക മാത്രമല്ല, മധ്വസിദ്ധാന്താനുയായികൾ, അതായത് വിശിഷ്ടാദ്വൈതികൾ വ്യക്തിപരമായി തന്നെ ശങ്കരാചാര്യരെ കടന്നാക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ രൂക്ഷമായ രീതിയിൽ, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ, അഥവാ സഭ്യമല്ലാത്ത രീതിയിൽ എന്ന് പോലും പറയാം. ശങ്കരൻ എന്ന് പലരും പറയില്ല, ഒരു സങ്കരൻ എന്നാണ് പറയുക. അതിന് മറ്റൊരു കഥയുണ്ട്, അത് ശങ്കരാചാര്യരുടെ ജന്മവുമായി ബന്ധപ്പെട്ടതാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. അത്തരം കാര്യങ്ങൾ പറയുന്നത് ആധുനികമായ ഒരു സമൂഹത്തിന് ചേർന്നതുമല്ല. പക്ഷെ അത്രയും വൈരുദ്ധ്യവും അത്രയ്ക്കും ശത്രുതയും ഇവർ തമ്മിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അദ്വൈത സിദ്ധാന്തികളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം എന്നൊരു മിഥ്യയാണ്. പക്ഷേ ദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം മിഥ്യയല്ല. പ്രപഞ്ചം മിഥ്യയല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ളതാണ് അദ്വൈത സിദ്ധാന്തമെങ്കിൽ, ദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ജീവാത്മാവും പരമാത്മാവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അതിനൊന്നാവുക സാധ്യമല്ല. ബ്രഹ്മം ജഗത്തിൻ്റെ കാരണമാണ്. അത് ഈ അദ്വൈതികൾ സമ്മതിക്കും, അല്ലെങ്കിൽ ഇവർ ദ്വൈതികൾ പറയും. പക്ഷേ ഇവർ സഗുണ ബ്രഹ്മം എന്നൊരു കൺസെപ്റ്റ് പറയുകയും ഈ സഗുണ ബ്രഹ്മം ഈശ്വരൻ, ആ ഈശ്വരനാണ് നാരായണൻ, ഹരി, വാസുദേവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതാണ് ഇവർ പറയുന്നത്. അദ്വൈത സിദ്ധാന്തത്തിന് കൃത്യമായും നേരെ വിരുദ്ധമായ ഒരു സിദ്ധാന്തമാണ് ഇത് എന്ന് നിങ്ങൾക്ക് ഈ കേൾവിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ജഗത്തിൻ്റെ മൂല കാരണം ഈശ്വരനാണ്. അപ്പോൾ ഈ ജഗത്ത് ഉണ്ടാകുന്നത് ഈശ്വരനിൽ നിന്നാണ് എന്നിവർ പറയും. അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈശ്വരനാണ് എന്നുള്ളതാണ് ഈ ദ്വൈതികളുടെ സിദ്ധാന്തം. നിത്യവും അചേതനവുമായ പ്രകൃതിയിൽ നിന്നാണ് ഈശ്വരൻ ലോകത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നിത്യമായ അചേതനമായ പ്രകൃതിയിൽ നിന്ന് ഈശ്വരൻ ലോകത്തെ സൃഷ്ടിക്കുന്നു എന്നാണ് ഇവരുടെ സിദ്ധാന്തം. അപ്പോൾ അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ പ്രപഞ്ചം, ഈ പ്രകൃതി എന്ന് പറയുന്നത് നിത്യമേ അല്ല, അനിത്യമായ മായയായ ഒന്നാണ്. ദ്വൈതികൾക്ക് ഇത് നിത്യമാണ്. ഈശ്വരൻ പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണമാണ്. അതുപോലെ തന്നെ പ്രകൃതി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണമാണെന്നുള്ളതാണ് ഈ ദ്വൈതികളുടെ സിദ്ധാന്തം. അത് വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. നിങ്ങൾക്ക് എന്നെ പിന്തുടരാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കുറച്ച് തത്വചിന്താപരമായ കുറച്ച് കട്ടിയുണ്ട് എങ്കിലും നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, ഒരു കുടം നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ ആ കുടത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒരു ഉപാദാന കാരണമുണ്ട്, ഒരു നിമിത്ത കാരണമുണ്ട്. അത് ഈ പറയുന്ന പോലെ മണ്ണിൽ നിന്ന് കുടമുണ്ടാക്കുന്ന ഒരാളുണ്ട്. അയാൾ നിമിത്തമാണ് ആ കുടം നിർമ്മിക്കപ്പെടുന്നത്. അത് ആ കുടമുണ്ടാക്കുന്ന, കുടം നിർമ്മിക്കുന്ന ആ കുടത്തെ നിർമ്മിക്കുന്ന ശില്പിയാണ്, കുലാലനാണ്, ആ മണ്ണ് പണി ചെയ്യുന്ന ആളാണ്. അയാൾ നിമിത്തമാണ് ആ കുടം ഉണ്ടാകുന്നത്. ആ കുടത്തിൻ്റെ ഉപാദാനം എന്ന് പറയുന്നത് മണ്ണാണ്. മണ്ണ് കൊണ്ടാണ് കുടം ഉണ്ടാകുന്നത്. ഇത് രണ്ടും പ്രധാനമാണ്. അപ്പോൾ ഉപാദാനവും നിമിത്തവും ഒന്നല്ല, രണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ വ്യാവഹാരികമായി കാണുന്ന ഏറ്റവും വലിയ നമ്മൾ കാണുന്ന എല്ലാ ഉദാഹരണങ്ങളിലും സംഭവിക്കുന്നത്. പക്ഷേ ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം, ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്തത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെയേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ അതിന് ഉപാദാന കാരണം ഒന്നേ ഉള്ളൂ. അത് പരബ്രഹ്മം എന്ന് പറഞ്ഞ ശ്യാംകുമാർ വിശദീകരിച്ച ആ സങ്കല്പമാണ്. അതിന് രൂപമില്ല, രസമില്ല, ഗന്ധമില്ല, ഒന്നുമില്ല. ആ പരബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉപാദാനമായ കാരണം. അതിൻ്റെ നിമിത്ത കാരണമായിട്ടും അവർ കാണുന്നത്
ഈ പരബ്രഹ്മത്തെ തന്നെയാണ്. അതായത് ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒന്നാണ് എന്നുള്ളതാണ് അദ്വൈത വേദാന്തം മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം. അതേസമയം ഉപാദാന കാരണവും നിമിത്ത കാരണവും രണ്ടായിട്ടാണ് ഇവിടെ ദ്വൈതികൾ പറയുക. അപ്പോൾ ഈശ്വരനാണ് പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണം, അവരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം. അപ്പോൾ ഈശ്വരനും പ്രകൃതിയും ദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണ്. ഈശ്വരനും യാഥാർത്ഥ്യമാണ്, ഈ പ്രകൃതിയും യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രഹ്മം മാത്രമാണ് യാഥാർത്ഥ്യം. പ്രകൃതി എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്നത്, ഈ കാണുന്ന ഒരു വ്യവഹാരവും യാഥാർത്ഥ്യമേ അല്ല, ഇതെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം മിഥ്യയാണ് എന്ന് അദ്വൈതികൾ പറയും. അതായത് പഞ്ചഭേദങ്ങളിലൂടെ ഇവർ അദ്വൈതത്തിന് പഞ്ചഭേദങ്ങളെ പറ്റിയൊരു സങ്കല്പം ഒരുക്കുന്നുണ്ട്. ഈ സങ്കല്പങ്ങളിലൂടെയാണ് അദ്വൈതത്തിന് നേരെ വിപരീതമായ ഒരു തത്വചിന്ത ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ പറയുന്നത്, നിങ്ങൾക്ക് ഏത് സിദ്ധാന്തമാണ് സ്വീകാര്യം എന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. ജീവനും ഈശ്വരനും തമ്മിൽ ഭേദമുണ്ട്, ജീവനും ഈശ്വരനും തമ്മിൽ വ്യത്യാസമുണ്ട്. ജീവൻ വേറെയാണ്, ഈശ്വരൻ വേറെയാണ്. അദ്വൈത സിദ്ധാന്തത്തിലാണെങ്കിൽ ഈ ദൈവം, ഈ ജീവനും ഈശ്വരനും ഒന്നാണ്. ജീവന്മാർ തമ്മിൽ ഭേദമുണ്ട്, എല്ലാ ജീവന്മാരും തമ്മിൽ ഒന്നല്ല. അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എല്ലാ ജീവന്മാരും ഒന്നാണ്. ഇവിടെ അങ്ങനെയല്ല, ജീവന്മാർ തമ്മിൽ ഭേദമുണ്ട്. അതുപോലെ പദാർത്ഥങ്ങളും ജഡമായ പദാർത്ഥങ്ങളും ഈശ്വരനും തമ്മിൽ ഭേദമുണ്ട്. ജഡപദാർത്ഥങ്ങളും ഈശ്വരനും തമ്മിൽ വേറെ വേറെയാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ ജഡവസ്തുക്കൾ തമ്മിൽ ഭേദമുണ്ട്. ജഡമായ ഓരോ ജഡവസ്തുവും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ബാഗ് വേറെയാണ്, ക്യാമറ വേറെയാണ്, ഈ പറയുന്ന ക്യാമറയുടെ സ്റ്റാൻഡ് വേറെയാണ്, എല്ലാത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ജഡവസ്തുക്കളും ജീവനും തമ്മിൽ ഭേദമുണ്ട്. ഇത്തരത്തിൽ പഞ്ചഭേദങ്ങളിലൂടെയാണ് ഇവർ ഈ സിദ്ധാന്തം പറയുന്നത്. അദ്വൈത സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒന്നാണ്. മാത്രമല്ല ദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ. ഇവിടെ നാം ഊന്നുന്ന വിഷയം എങ്ങനെ ഈ സിദ്ധാന്തം എന്ത് എന്നുള്ളതല്ല, ഈ സിദ്ധാന്തം എന്ത് തന്നെയായാലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് മാനവധർമ്മം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. ഒരാളുടെ മതവിശ്വാസം എന്ത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യമേ അല്ല, അത് ആ വ്യക്തിയുടെ മാത്രം കാര്യമാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി മതങ്ങളുണ്ട് എന്നുള്ളത്. വ്യക്തിപരമായി നിങ്ങൾ എന്ത് വിശ്വാസം വെച്ച് പുലർത്തുന്നതല്ല, ആ വിശ്വാസം അപരരോട് ഇടപെടുന്നത് എങ്ങനെ എന്നിടത്താണ് നമ്മുടെ പ്രശ്നം ഉണ്ടാവുന്നതെന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നം. അതെങ്കിൽ ഇന്ത്യയിൽ ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഗുരു 100 വർഷം മുമ്പ് CV കുഞ്ഞിരാമനോട് പറഞ്ഞ ആ പ്രശ്നം എന്ന് പറയുന്നത് അപരമതങ്ങളെ നമ്മളെങ്ങനെ കാണുന്നു എടുത്തുന്നതാണ്. ഇവിടെയാണ് ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ മുഖം കടന്നു വരുന്നത്. സഹിഷ്ണുത എന്ന് ഞാൻ പറയുന്നത് ഇൻവെർട്ടഡ് കോമയിലാണ് കേട്ടോ, നാളെ ഇത് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. സഹിഷ്ണുതയുടെ ഈ മുഖം കടന്നു വരുന്ന കാര്യം ഇതാണ്. കാരണം ഹിന്ദു മതത്തിൽ നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാം, ഏത് തന്നെ വിശ്വസിച്ചാലും എല്ലാം തമ്മിൽ ഒന്നാണ് എന്നും ഒന്ന് മറ്റൊന്നിനെ അംഗീകരിക്കാൻ യാതൊരു വിഷമവുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രചാരകൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവർ ദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സത്യമുള്ളൂ, അത് ഈ പറയുന്ന കേശവൻ, നാരായണൻ, ഹരി എന്നൊക്കെ നിങ്ങൾ പറയുന്ന വിഷ്ണു മാത്രമാണ്. മറ്റൊരു ദൈവത്തെയും അവർ അംഗീകരിക്കുന്നേ ഇല്ല. മറ്റ് ദൈവങ്ങൾ കുറേ ലോകത്തുണ്ട്, ആ ദൈവങ്ങളെല്ലാം തന്നെ ഇതിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ദൈവസങ്കല്പങ്ങളായി മാത്രമാണ് അവർ പറയുന്നത്. അത് മറ്റുള്ള ദൈവങ്ങളെയെല്ലാം അങ്ങേയറ്റം നിന്ദ്യമായ രീതിയിൽ തന്നെയാണ് ആ മതം സമീപിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്നവർക്ക് പോലും അറിയാത്ത ഒരു വസ്തുതയാണെന്നുള്ളതാണ്. അതിന് കാരണമുണ്ട്, അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളിലേക്ക് ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് വരാം. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹൃതിശ്ച, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നിയമോ അജ്ഞാനബോധേന ബന്ധോ മോക്ഷ സുഖം ദുഃഖ ആവൃത്തിർ ജ്യോതിരേവച്ച വിഷ്ണുനാമ സമസ്തത്യ സമാസ വ്യാസയോഗ്യത. അതായത് ഇവിടെ പറയുന്ന കാര്യം ഇവിടുത്തെ സൃഷ്ടി ആയിക്കോട്ടെ, സ്ഥിതി ആയിക്കോട്ടെ, സംഹാരമായിക്കോട്ടെ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 3 മന്ത്രിമാർക്ക് ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനുമായി വിഭജിച്ചു കൊടുത്ത കാര്യമേ അല്ല എന്നാണ് അവർ പറയുന്നത്. മറിച്ച് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം വിഷ്ണുവിൻ്റെ തന്നെ ക്രിയയാണ്, വിഷ്ണുവാണ് പ്രധാനം. അപ്പോൾ ഇതിൽ ഈ സമാസ വ്യാസ യോഗ്യത എന്നവർ പറയും. അതായത് മറ്റൊരു കാര്യത്തിലേക്ക് വിഷ്ണു അങ്ങോട്ട് കടന്നു കയറാനും അതിനെ ചുരുക്കാനും എല്ലാം വിഷ്ണുവിന് സാധിക്കും. അപ്പോൾ വിഷ്ണുവിൻ്റെ കാരുണ്യമാണ്, അഥവാ നാരായണൻ്റെ, ഹരിയുടെ, കേശവൻ്റെ ഈ പറയുന്ന ഒരു ദൈവം മാത്രമാണ് സത്യം, മറ്റൊരു ദൈവവും സത്യമല്ല എന്നും ഇതര ദൈവങ്ങളോടുള്ള ആരാധനയോടൊക്കെ അസഹിഷ്ണുതാപരമായ ഒരു സമീപനമാണ് വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ പ്രശാന്ത ബുലോടിയുണ്ട്, ഗൗഡസാരസ്വത കമ്മ്യൂണിറ്റിയുടെ ഇത്തരം ദൈവവിശ്വാസങ്ങളെ സംബന്ധിച്ച് പ്രശാന്ത് പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഒട്ടും സഹിഷ്ണുതാപരമായ ഒരു വിശ്വാസ ലോകം നമുക്ക്
ദ്വൈതത്തിൻ്റെയോ വിശിഷ്ടാദ്വൈതത്തിൻ്റെയോ അദ്വൈതത്തിൻ്റെയോ ചിന്താപദ്ധതിയുടെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഒരു മനുഷ്യരോട് വെച്ച് പുലർത്തുന്നത്, മനുഷ്യരെ ഉത്തമരായും അധമരായും ഒക്കെ കാണുകയും അധമരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു തരത്തിലുള്ള മോക്ഷാധികാരവും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നതുമായ എത്രയോ പ്രമാണങ്ങൾ ഇത്തരം മതസങ്കല്പങ്ങളിലുണ്ട്. അവിടെ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ വ്യക്തി ഉത്തമനോ അധമനോ എന്ന് നിശ്ചയിക്കുന്നത്, മറിച്ച് അവരുടെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് നമ്മുടെ പ്രശ്നം. ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു വ്യക്തിയുടെ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനികമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ മനുഷ്യൻ, ഒരു ശരിയായ മനുഷ്യൻ അങ്ങനെയില്ല. മറിച്ച് ആ മനുഷ്യൻ ഒരു പ്രത്യേക സമയത്ത് പെരുമാറ്റുന്ന രീതി അനുസരിച്ചാണ്. ഒരാൾ ഒരിക്കൽ തെറ്റ് ചെയ്തു പോയി എന്ന് കരുതി ആ മനുഷ്യനെ ജീവിതാന്ത്യം വരെ കുറ്റവാളിയായി കാണുന്ന സമീപനവും നമുക്കില്ല. അപ്പോൾ അങ്ങനെ മനുഷ്യരെ തിരുത്തി പോകുന്ന, മനുഷ്യരെ ഉൾക്കൊണ്ടു പോകുന്ന, മനുഷ്യരെ സഹിഷ്ണുതയോടെ സമീപിക്കുന്ന ഒരു സമീപനം പോലും നമുക്ക് ഇത്തരത്തിലുള്ള മതങ്ങളുടെ ഉള്ളിലേക്ക് കടന്നാൽ, ഈ മതത്തിൻ്റെ തത്വചിന്തയുടെ അകത്തേക്ക് കടന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അദ്വൈതം എങ്ങനെയാണ്, അദ്വൈത വേദാന്തം മനുഷ്യരെ സമീപിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ശങ്കരാചാര്യർ അപശോധരാധികരണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെപ്പറ്റി ഞാൻ വിശദമായി സംസാരിച്ചത് ആവർത്തിക്കുന്നില്ല. ഒന്ന് മാത്രം പറയുന്നു, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളാണ്, പട്ടടകളാണ്. ശൂദ്രൻ സഞ്ചരിക്കുന്ന ശ്മശാനമാണ് എന്നും ശൂദ്രന് സമീപം ഇരുന്ന് വേദം ഉച്ചരിക്കാൻ പാടില്ല എന്നും പഠിക്കാൻ പാടില്ല എന്നും, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്ക് പിന്നെ വേദം പഠിക്കാൻ അധികാരമുണ്ട്. അപ്പോൾ ശ്യാംകുമാർ വേദം ചൊല്ലിയാണ് ഇവിടെ സംസാരിച്ചത്. ഇങ്ങനെ വേദം ചൊല്ലുന്ന ആൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ഇത് കൃത്യമായി ശങ്കരാചാര്യർ പറയുന്നുണ്ട്. സഹിഷ്ണുതയുടെ, ബൗദ്ധിക ശേഷിയുടെ, പ്രതിഭയുടെ എല്ലാം അങ്ങേയറ്റത്തെ ഇന്ത്യൻ ഉദാഹരണമായി ലോകത്തിന് മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തത്വചിന്തകൻ എന്ന് പറയുന്ന ശങ്കരൻ പറയുന്നത്, ശ്യാംകുമാർ ചെയ്തതുപോലെ ഒരു അവർണൻ, ഒരു ദളിതൻ ഇവിടെ ഒന്ന് വേദം ഉച്ചരിക്കുകയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് വേദോച്ചാരണേ ജിഹ്വാഭേദോ ധാരണേ ശരീരഭേദ എന്ന് പറഞ്ഞാൽ, ഇതുപോലെ വേദം ചൊല്ലിയാൽ ചൊല്ലുന്നവൻ്റെ ആ നാവ് അറുത്ത് കളയണം. ഇതുപോലെ വേദത്തെ പഠിച്ച് മനഃപ്പാടമാക്കി തലയിൽ വെച്ചാൽ അങ്ങനെ വയ്ക്കുന്ന ഒരാളുടെ ശരീരത്തെ ഛിന്ന ഭിന്നമാക്കി കളയണം. അവൻ അവർണനാണെങ്കിൽ, അവൻ ദളിതനാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ, ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത മനുഷ്യരെ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യത്വമില്ലാത്തവരാക്കി മാറ്റിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇന്ന് അങ്ങേയറ്റത്തെ സഹിഷ്ണുതയുടെ മുഖം മൂടിയാണ് എന്നെയും നിങ്ങളെയും അതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ദളിതരും ആദിവാസികളും എല്ലാം ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദുത്വ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൻ്റെ കീഴിലല്ലേ, നിങ്ങൾ അവരെയല്ലേ പിന്തുണയ്ക്കുന്നത് എന്നൊരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടായി. ഒരിക്കലും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ അവർണ ജനത ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൻ്റെ പുറത്ത് പിന്നിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് കൂടെ ഇവിടുത്തെ OBC-കളും ഇവിടുത്തെ ദളിതരും ഒക്കെ സംഘപരിവാറിനെ അംഗീകരിച്ചു കഴിഞ്ഞ് അവരിലാണ് ഇവരെന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവർക്കൊരു കാലാൾ സൈന്യത്തെ ഉണ്ടാക്കി കൊടുക്കുകയും അവർ ചെയ്യുന്ന ക്രൂരതകളുടെ, അവർ ചെയ്യുന്ന തെറ്റുകളുടെ എല്ലാം രക്തക്കറ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ കൂടെ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു നരേഷനെ നമ്മൾ വളരെയധികം പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്നിപ്പോൾ ഉദാഹരണത്തിന് ഈ ഈഴവരെല്ലാം ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടില്ലേ? നിങ്ങളിപ്പോൾ ഈ പറയുന്ന BJP പോലുള്ള പാർട്ടികളല്ലേ പിന്തുണയ്ക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ NDA എന്ന് പറഞ്ഞ കക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന BDJS-ൽ എത്ര ഈഴവരുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ ദളിതരായിക്കോട്ടെ, അവർണരായിക്കോട്ടെ, ബഹുജനങ്ങളായിക്കോട്ടെ, ഇവരെല്ലാവരും ഇന്നും ഈ സമയത്തും നമ്മളിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും 10 വർഷമായി ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൻ്റെ കീഴിൽ ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനെതിരായ, ഈ ബ്രാഹ്മണിസത്തിനെതിരായി അവർ ചരിത്രപരമായി ഇന്ന് വരെ നിലനിന്ന അതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നുള്ള രാഷ്ട്രീയമായ യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഈ ചർച്ചയിൽ കണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ മതം, ദൈവം എന്ന വിഷയം നാം സംസാരിക്കുന്നത് ഇത്തരത്തിൽ ഈ നാടിനെ മതത്തെ ഉപയോഗിച്ച്, ദൈവത്തെ ഉപയോഗിച്ച് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനതയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തികൾക്കെതിരെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം വെച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് കൂടിയാണ്. അപ്പോൾ ഈ ചെയ്യുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മതം രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് മതത്തെ രാഷ്ട്രീയമായും മതപരമായും തന്നെ പ്രതിരോധിക്കേണ്ടി വരും. അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മാനവധർമ്മത്തിൻ്റെ പ്രസക്തി. മതം ഏതായാലും ഇനി ഗുരുവിൻ്റെ അപ്രോച്ച് എന്താണെന്നൂടെ പറഞ്ഞ് ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം.
ഇതാണ് അദ്വൈതത്തിൻ്റെ ദർശനം. ഇതാണ് ദ്വൈതമതം മുന്നോട്ട് വയ്ക്കുന്ന ദർശനം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഗുരു എന്താണ് അവിടെ പറയുന്നത്? ഗുരുവിൻ്റെ കൃതികൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ബാല്യം മുതൽ ഗുരുവിന് ദൈവവുമായും ദൈവവിശ്വാസവുമായും അഭേദ്യമായ ബന്ധം ഗുരുവിനുണ്ടായിരുന്നുള്ള യാഥാർത്ഥ്യമാണ്. ഗുരു ഒരു നാസ്തികനായിരുന്നു, ദൈവവിശ്വാസമില്ലാത്ത ആളായിരുന്നു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് വസ്തുതാപരമല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഗുരു അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലുള്ള വിശ്വാസത്തെ പല നിലകളിൽ വെച്ച് പുലർത്തിയിരുന്നു. അതാണ് പ്രധാനം. പല നിലകളിൽ. അത് ആരംഭിക്കുന്നത് ഒരു ബിന്ദുവിൽ നിന്നല്ല, ആരംഭിക്കുന്ന ബിന്ദുവിൽ തന്നെ അവസാനിക്കുന്ന ഒന്നുമല്ല. അതിന് ക്രമാനുഗതമായ ഒരു വളർച്ചയുടെയും വികാസത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ഒരു കഥ പറയാനുണ്ട്. ഇത് ഗുരുവിൻ്റെ കൃതികൾ തന്നെ അതിന് തെളിവാണ്. ഉദാഹരണത്തിന് ഗുരുവിൻ്റെതായ നമുക്ക് ലഭ്യമായിട്ടുള്ള ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ആദ്യത്തെ കൃതിയായി പരിഗണിക്കപ്പെടുന്നത് ശ്രീകൃഷ്ണ ദർശനം എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ്. അത് വാരണപ്പള്ളിയിൽ പഠിക്കുന്ന സമയത്ത് ഗുരു എഴുതിയതാണെന്നാണ് പറയുന്നത്. ഒരു എന്താ പറയുക, അതീന്ദ്രിയമായ ഒരു നിമിഷത്തിലോ ഒരു അനുഭൂതിയിലോ എഴുതിപ്പോയ ഒരു സാധകൻ്റെ ഹൃദയ മന്ത്രണമായി നമുക്കതിനെ മനസ്സിലാക്കാം. ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോബോധമായി പീയൂഷധ്വനി ലീനമായ ചുഴലവും മോഹിച്ചു ദീപപ്രഭ മായാ മൂടപടം തുറന്നു മണിരംഗത്തിൽ കലാശിക്കുമക്കായാവിൻ മലർമേനി കൗസ്തുഭമണി ഗ്രീവൻ്റെ ദിവ്യോത്സവം എന്ന് ഗുരു എഴുതി. അത് ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള സ്തുതിയാണ്. അതിനുശേഷം ഗുരു ഗജേന്ദ്രമോക്ഷം കഥയെ, ഒരു പുരാണത്തിലെ കഥയെ വഞ്ചിപ്പാട്ടായി എഴുതിയതായി പറയപ്പെടുന്നുണ്ട്. അത് നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല. അത് ആ നാട്ടിലെ സ്ത്രീകളൊക്കെ പാടിക്കൊണ്ട് നടന്നതായ രേഖകളുണ്ട്. പക്ഷേ ആ കൃതി നമുക്ക് ലഭ്യമായിട്ടില്ല. പിന്നീട് വരുമ്പോൾ വിഷ്ണു സ്തുതികൾ എഴുതിയ, കാളി സ്തുതികൾ എഴുതിയ, ശിവസ്തുതികൾ എഴുതിയ ഗുരുവിനെ നമുക്ക് കാണാം. അതിൽ ഗുരുവിൻ്റെ ദർശനത്തിൽ വരുന്ന മാറ്റം, ഗുരു ദൈവത്തോട് പുലർത്തുന്ന കലഹപൂർണമായൊരു മാറ്റം കൂടെ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന അർദ്ധനാരീശ്വര സ്ഥലത്തിലൊക്കെ ഈ വലിയ ഇതുപോലെ ചൂടുള്ളൊരു കാലത്ത്, ഇതുപോലെ വലിയ തോതിൽ വെയിലുള്ളൊരു കാലത്ത് ഗുരു എഴുതുന്നുണ്ട്, മുപ്പാരാഗം ഒടിഞ്ഞു. അപ്പോൾ ഈ വെയിൽ കൊണ്ട് ഇങ്ങനെ മനുഷ്യർ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഈ സമയത്ത് നീ ഇങ്ങനെ ഈ മരത്തിൻ്റെ ചോട്ടിൽ മിണ്ടാതിരിക്കുകയാണോ അർദ്ധനാരീശ്വര എന്ന് ചോദിക്കുന്നുണ്ട്. മോൾ അർദ്ധനാരീശ്വര എന്ന് ഗുരു പറയുന്നുണ്ട്. ദാരിദ്ര്യം കടുതായി ദഹിച്ചു തൃണവും ദാരുക്കളും ദൈവമേ. ഈ ദാരിദ്ര്യം കടുതായി, തൃണം പോലും, പുല്ല് പോലും ദഹിച്ചു പോയി, ദാരുക്കളും ദൈവമേ, ഈ മരങ്ങളെല്ലാം ദഹിച്ചു പോയി. ഈ സമയത്ത് നീ ഇങ്ങനെ ഇത്തരത്തിൽ പരമാത്മനിഷ്ഠയിൽ അമർന്നിരിക്കുകയാണോ എന്ന് ഗുരു ചോദിക്കുന്ന ദൃശ്യം നമുക്കവിടെ കാണാം. അപ്പോൾ ഗുരു ദൈവത്തോട് കലഹിക്കുന്ന ഒരു ഗുരുവിനെ നമുക്ക് കാണാം. പിന്നീട് കൃതികളിലേക്ക് വന്നാൽ, ആദ്യകാല കൃതികളിലേക്ക് വന്നാൽ, ദൈവം എന്ന വാക്ക് നമ്മളുടെ ഈ കോൺഫറൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് ദൈവം എന്ന് പറയുന്നത്. ഈ ദൈവം എന്ന പദത്തിൻ്റെ സംസ്കൃത നിഷ്പത്തിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ദൈവത്തെക്കുറിച്ച് ഗുരു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യമായി വളരെ പഴയ ഗുരുവിൻ്റെ ഒരു കൃതിയുണ്ട്, ദൈവചിന്തനം എന്നാണ് അതിൻ്റെ പേര്. ആ ദൈവചിന്തനത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ ഒരു സാധാരണ നിലയിലുള്ള ഒരു ദൈവവിശ്വാസിയുടെ ഇഹപരലോക സങ്കല്പങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ ഒരു സാധാരണ കൃതിയാണത്. പക്ഷെ ആ കൃതിയുടെ ഒരു ലക്ഷ്യം എന്ത് എന്ന് നമ്മൾ ആഴത്തിൽ ചുഴന്നു നോക്കിയാൽ അത് ഒരു കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. ദൈവങ്ങളെ മോശമായതും നല്ലതുമായ ദൈവങ്ങളെന്ന് ഗുരു പറയുകയും അതിൽ തന്നെ ഈ പറയുന്ന കുറച്ച് ക്രൂരമായ രീതിയിലുള്ള ആരാധനകളിലൂടെ ദൈവത്തെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഗുരു പറയുകയും അതിനുശേഷം ഗുരു ഈ ദൈവങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസ രീതികൾ നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ആ പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് കരുതിയാൽ അത് കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. കാരുണ്യത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടാണ് ഗുരു ഈ പറയുന്ന ഹിംസാത്മകമായ, രക്തപങ്കിലമായ, ഇതര ജീവികളെ വേദനിപ്പിക്കുന്ന, അതാണ് പ്രധാനം, മറ്റു ജീവികളെ വേദനിപ്പിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്ന് പിന്തുടരണമെന്നാണ് ദൈവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗുരു പറയുന്നത്. അപ്പോൾ ഗുരു കാരുണ്യത്തിന് ഊന്നൽ നൽകുന്നു. ഗുരു സംസാരിക്കുന്നത് അത്രയും കാരുണ്യത്തെ പറ്റിയാണ്. അതുകൊണ്ട് നാം യാതൊരു പ്രാണികൾക്കും ഉപദ്രവം വരാത്ത വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് നാം യാതൊരു ജീവികൾക്കും ഉപദ്രവം വരാത്ത രീതിയിലുള്ള വിശ്വാസങ്ങളാണ് പിന്തുടരേണ്ടതെന്നുള്ളതാണ്. അതല്ലാതെ ഒരു ബ്രാഹ്മണവൽക്കരണം എന്ന നിലയ്ക്കല്ല, മറിച്ച് ഗുരുവിൻ്റെ ദൈവസങ്കല്പത്തിൻ്റെ അടിത്തറ തന്നെ മറ്റു ജീവികളോടുള്ള
അല്ലെങ്കിൽ സഹജീവികളോടുള്ള, ഈ ലോകത്ത് നമ്മളോടൊപ്പം ജീവിക്കുന്ന ജീവികളോടുള്ള കാരുണ്യത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നീട് ഗുരു എഴുതുന്ന അനുകമ്പാ ദശകത്തിലേക്ക് വരുമ്പോഴും ഈ നിലപാടിൽ ഗുരുവിന് യാതൊരുവിധ മാറ്റമില്ല. ഗുരു അവിടെ പറയുന്നുണ്ട്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. ഇത് നമുക്ക് 1880കളോ 80കൾക്ക് മുമ്പോ ഗുരു എഴുതിയ ദൈവചിന്തനത്തിൽ ഈ പറയുന്ന ഹിംസാത്മകമായ ആരാധന സമ്പ്രദായത്തെ പറ്റി പറയുന്നിടത്തും ഗുരു കാണാം. കാരുണ്യത്തിൽ അധിഷ്ഠിതമായൊരു ദൈവം. അത് തന്നെ ഗുരു പിന്നെയും തുടരുന്നുണ്ട്. പിന്നെ ചിലർ, വളരെ പ്രധാനപ്പെട്ടതാണ് ഗുരുവിൻ്റെ ദൈവസങ്കല്പത്തിൽ, പിന്നെ ചിലർ ദേവനേത് ദേവിയേത് എന്നിങ്ങനെ ഉദ്ഘോഷിച്ചും കൊണ്ട് ജീവകാരുണ്യമില്ലാതെയുള്ള പ്രവർത്തികൾ ചെയ്ത് കാലം കഴിച്ചു വരും. പിന്നെ ചിലർ ദേവനേത് ദേവിയേത് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ജീവകാരുണ്യമില്ലാതെയുള്ള പ്രവർത്തികളിൽ കാലം കഴിച്ചു വരുന്നു. ഇതുതന്നെയല്ലേ നമ്മളിന്നും പറയുന്ന പ്രശ്നം. നമ്മളിവിടെ അഭിസംബോധന ചെയ്യുന്ന പ്രശ്നമാണ്. ദേവനെ പറ്റി പറഞ്ഞ്, ദേവിയെ പറ്റി പറഞ്ഞ് ഒരു നിലയ്ക്കും ജീവകാരുണ്യമില്ലാത്ത, ജീവികളോട് കാരുണ്യമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നു. ഈ ഒരു കാര്യത്തെയാണ് ഗുരു എതിർത്ത് പോകുന്നത്. അതിനുശേഷം ദൈവം എന്ന വാക്കിനെ തന്നെ പറഞ്ഞുകൊണ്ട് ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഗദ്യപ്രാർത്ഥനയിലാണ്. അവിടെ ഗുരു പറയുന്നുണ്ട്, നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം ജ്വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ജനനത്തിൻ്റെ, മരണത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, ദുഃഖത്തിനെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു ദൈവസങ്കല്പത്തെയാണ് ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏറ്റവും അധികം ഭക്തർ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ദൈവവിശ്വാസമുള്ളവർ ചൊല്ലുന്ന ഗുരുവിൻ്റെ പ്രാർത്ഥന, അത് ചൊല്ലിയാണ് ഈ കോൺഫറൻസും ആരംഭിച്ചത്. ദൈവദശകത്തിലും ഗുരു ദൈവത്തെ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സുഖം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വാഴണം സുഖം എന്ന വാക്കിലാണ് 2 തവണ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന ആ പ്രാർത്ഥന ഗുരു ഉറപ്പിച്ചു നിർത്തുന്നത്. അപ്പോൾ ഈ ലോകത്ത് ഗുരുവിൻ്റെ അദ്വൈത സങ്കല്പത്തെ, ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ഈ സങ്കല്പം ശങ്കരാചാര്യരൊക്കെ പറഞ്ഞ അദ്വൈത സങ്കല്പമല്ല, അതിനങ്ങനെ തന്നെ പിന്തുടരുന്നതല്ല എന്ന് പറയുന്നത്. ഇത് ഈ ലോകത്ത് മനുഷ്യർ സുഖമായി ജീവിക്കുന്ന, ഈ ലോകത്ത് സുഖമായി മനുഷ്യർക്ക് ജീവിക്കാനുതകുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും അതിനു വേണ്ടിയുള്ള ആഹ്വാനങ്ങളും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയുള്ള പരിഷ്കരണങ്ങളുമാണ് ഗുരു മുന്നോട്ട് വെച്ചതെന്നുള്ളതുകൊണ്ടാണ്. ഈ മനുഷ്യർക്ക്, നമുക്കെല്ലാവർക്കും ഐക്യത്തോടെ, സ്നേഹത്തോടെ, സുഖമായി ഇവിടെ താമസിക്കാൻ പറ്റണം. എന്തുകൊണ്ട് ഗുരു മതം മാറണമെന്ന് ആഗ്രഹമുള്ളവർ മാറട്ടെ എന്ന നിലപാടെടുത്തു? ആ നിലപാടെടുക്കുന്നതിന് കാരണം അതാണ്. ഈ മതത്തിൽ നിൽക്കുമ്പോൾ സുഖമില്ല, അടിയാണ് കിട്ടുന്നത്. ഈ മതത്തിൽ നിന്ന് മാറിയാൽ ആശ്വാസം കിട്ടുന്നുണ്ട്, സുഖം കിട്ടുന്നുണ്ട്. അവർക്ക് ആ മതത്തിൻ്റെ അശുദ്ധി അവർ ഒഴിഞ്ഞു പോകുന്നതോടെ അവർക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഗുരു മനസ്സിലാക്കുന്നു. പക്ഷേ പുതിയ കാലത്ത്, 100 വർഷം കഴിഞ്ഞ ഈ കാലത്ത് നാം നോക്കുമ്പോൾ ഈ ഹിന്ദു മതം എന്ന് പറയുന്ന ഈ സങ്കല്പം തന്നെ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദു മതത്തെ പറ്റിയുള്ള പുതിയ വ്യാഖ്യാനങ്ങൾ, ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സായണൻ്റെ വേദഭാഷ്യത്തെ ആസ്പദമാക്കിയിട്ടാണ് ശ്യാംകുമാറോട് സംസാരിച്ചത്. മാംസത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ടാണ് അതിൽ പറയുന്നത്, ആരാധനകളിൽ നിന്ന് ശ്യാം വ്യക്തമാക്കി. അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ പശുവിൻ്റെ പേരിലൂടെ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. ഇപ്പോൾ തൃശ്ശൂർ ടൗണിലൂടെ കുറച്ച് കാലം മുമ്പ് നമ്മൾ നടന്നു പോകുമ്പോൾ തൃശ്ശൂരിലും ചില കാളക്കുട്ടികളൊക്കെ കാണാറുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ വണ്ടികൾക്ക് ഓടാൻ പറ്റില്ല, കാളകളായിരിക്കും തൃശ്ശൂരിലെ റൗണ്ടിനെയും ഭരിക്കുന്നതെന്ന അവസ്ഥ ആയേക്കാം. അത്രയ്ക്കും വിശുദ്ധിയാണ് ഈ പശുക്കൾക്കും കാളകൾക്കും ഉള്ളത്. നമുക്കും മനുഷ്യർക്കില്ലാത്ത വിശുദ്ധി ഈ മൃഗങ്ങൾക്കുണ്ടാകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംസ്കൃതത്തിലുള്ള റെഫറൻസ് അല്ല ഞാൻ പറയുന്നു, പ്രൊഫസർ DN ജാ എഴുതിയ മിത്ത് ഓഫ് ഹോളി കൗ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. 100 പേജ് താഴെയുള്ളൂ. നിങ്ങളെല്ലാവരും അത് വായിച്ചിരിക്കണം. കാരണം എങ്ങനെയാണ് ഈ യാഗങ്ങളിൽ, യജ്ഞങ്ങളിൽ ഈ പശുക്കളെ കൊന്ന് കഴിച്ചിരുന്നത് എന്നതിനെ പറ്റിയുള്ള വിശദമായ വിവരണം നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. വിശ്വാമിത്രന് ഏറ്റവും ഇഷ്ടം ഇളം മൂരിക്കുട്ടികളുടെ മാംസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. DN ജാ അത് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ ഹിന്ദുമതം മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ മുൻകാലങ്ങളിൽ ഈ പറയുന്ന ഹിംസാത്മകമായ യാഗയജ്ഞ രീതികളിൽ നിന്ന് പെട്ടെന്ന് തദ്ദേശീയ ജനതയുടെ ദൈവങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, ദൈവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ത്രിമൂർത്തി സങ്കല്പങ്ങളിലുള്ള ദൈവങ്ങൾ പോലും ഇവിടുത്തെ
ഓരോ പ്രധാന ദേവതകളുടെ പോലും ആ ചരിത്രാത്മകമായ വിശകലനത്തിലൂടെ നമുക്ക് കഴിയുന്നത് അതെല്ലാം ഇവിടുത്തെ തദ്ദേശീയ ജനതയുടെ ദൈവങ്ങളായിരുന്നു എന്നുള്ളതാണ്. ശിവനായിക്കോട്ടെ, നിങ്ങൾ ഈ പറയുന്ന കൃഷ്ണസങ്കല്പമായിക്കോട്ടെ, ഇതെല്ലാം തദ്ദേശീയ ജനതകളിൽ നിന്ന്, വിവിധങ്ങളായ ആരാധനാ പദ്ധതികളിൽ നിന്ന് പിന്നീട് ബ്രാഹ്മണ്യം വേദകാലത്തിന് ശേഷം സ്വീകരിച്ചതായിരുന്നു എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് തട്ടിയെടുത്തുള്ളതായിരുന്നു എന്നുള്ള ചരിത്രമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും നമുക്ക് പോകാൻ ഇപ്പോൾ സമയമില്ല. ഞാൻ ചുരുക്കി പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ബ്രാഹ്മണവൽക്കരണം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ കാവുകൾ പോലും ബ്രാഹ്മണിക ദൈവങ്ങളായി മാറുകയാണ്. ഈ ബ്രാഹ്മണവൽക്കരണം എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല, മറിച്ച് ശിവനെയും ഈ പറയുന്ന ഗോപാലകനായ ഒരു ദൈവത്തെയും ഒക്കെ തട്ടിയെടുത്തുകൊണ്ട് നടന്ന ഒരു പ്രക്രിയയുടെ തുടർച്ച മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ ശ്യാംകുമാറിലൂടെ അവതരിപ്പിച്ച ഈ വേദങ്ങളിലെ മാംസത്തെ പറ്റി പറയുന്ന, മാംസം വെച്ചുള്ള ആരാധനകളെ പറ്റി പറയുന്ന വേദഭാഗങ്ങളെയൊക്കെ പുനർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ഹിന്ദുമതം. നമ്മളുടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ശ്രീവരാഹം ചന്ദ്രശേഖരൻ നായരുടെ ഭാഷ്യം, വേദങ്ങൾക്കുള്ള ഭാഷ്യം നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. ആ ഭാഷ്യത്തിൽ ഇതൊന്നും നിങ്ങൾ കാണില്ല, ഇതൊന്നും കാണില്ല. മാംസമില്ലാത്ത ഋഗ്വേദം, മാംസാരാധന ഇല്ലാത്ത ഋഗ്വേദം ഇവിടെ 21-ാം നൂറ്റാണ്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനം അത് അച്ചടിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായി രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദു മതത്തോടാണ്, ഒരു പുതിയ മതസങ്കല്പത്തോടാണ് നാം സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നേരിടേണ്ട രീതി എന്താണ്, അതിൽ നിന്ന് നമ്മൾ പക്ഷേ ഏത് തരത്തിലുള്ള മാറ്റം വരുമ്പോഴും ജന്മനാ മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മാറ്റവും നമ്മൾ ഈ മതത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതിനാണ് ഈ കഴിഞ്ഞ മാസവും നമ്മുടെ കേരള ഹൈക്കോടതി നമ്മുടെ ശബരിമല കേസിൽ അടിവരയിട്ട് പ്രഖ്യാപിച്ചത്. ആ കേസിൽ കക്ഷിയായ സിജിത് ശാന്തികൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൂടെ ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന കോൺഫറൻസാണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ദൈവസങ്കല്പങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഈ മതത്തെയും ദൈവത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ എത്ര വിദഗ്ധമായും എത്ര ധൈഷണികമായുമാണ് അനുദിനം പ്രയോഗിക്കുകയും ആ ആയുധം അനുദിനം പുതുക്കി പണിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്മണ്യം എന്നത് നമ്മൾ വളരെ വളരെ ഗൗരവത്തോടെ ആലോചിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും മികച്ച പ്രതിരോധ ഉപാധി എന്ന നിലയിൽ കൂടിയാണ് ശ്രീനാരായണ മാനവധർമ്മം എന്ന് പറയുന്ന മോഹൻ ഗോപാൽ സാർ വികസിപ്പിച്ച ഈ ഒരു ആശയവും ആ ആശയത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി നടക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കോൺഫറൻസുകളും വളരെ പ്രധാനമാകുന്നത്. ഈ ചെറിയ പ്രസംഗം ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. തത്വചിന്ത എടുത്തുകൊണ്ട് തന്നെ കുറച്ച് കഠിനമായി എന്നറിയാമെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം അദ്വൈത വേദാന്തത്തിൻ്റെ വിശാലമായൊരു ഭൂമികയെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ഹിന്ദുമതത്തിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളെ ഈ കാലത്ത് ഹിന്ദുമതം മൂടി വയ്ക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം എന്നെല്ലാം പിരിഞ്ഞു നിൽക്കുന്ന ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് സൈദ്ധാന്തികമായി തന്നെ ഈ വിഷയത്തെ ഗൗരവമായി സമീപിക്കുന്ന ഈ സദസ്സിലുള്ളവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഇന്ന് ഈ പ്രഭാഷണം കേൾക്കാൻ ഞാനിവിടെ നിന്ന് ഈ വേദിയിൽ നിന്ന് വളരെ നിസ്സാരനായി ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കുള്ള വലിയ അഭിമാനവും സന്തോഷവും അതേപോലെ തന്നെ സങ്കോചവും എന്താണെന്ന് വെച്ചാൽ വളരെ പ്രഗത്ഭരായ ആളുകൾ ഇവിടെയുണ്ട്. ശ്രീനാരായണ ദർശനത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള പ്രൊഫസർ ഗ്രാമപ്രകാശ് മാഷും അതുപോലെ ആശാനെയും ബുദ്ധമതത്തെ പറ്റിയൊക്കെ വളരെ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ബീന ടീച്ചറും ഒക്കെ ഉൾപ്പെടുന്ന അങ്ങേയറ്റത്തെ പണ്ഡിതരായ നിരവധിയായ ആളുകൾ യഥാർത്ഥത്തിലൂടെ പ്രഭാഷകരായി നിൽക്കുകയും അവർ പ്രഭാഷണം നടത്തുമ്പോൾ ശ്രോതാവായി അവിടെ ഇരിക്കാൻ മാത്രം അർഹതയുള്ള എന്നെപ്പോലെ ഒരാളെ ഇവിടെ ഇത്തരത്തിൽ ഈ വലിയ ദൗത്യം ഏൽപ്പിച്ച മോഹൻ ഗോപാൽ സാറിനോട് അടക്കമുള്ളവരോട് വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.